ക്രൈസ്റ്റ് വലിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം സേവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നത് ചിന്തിക്കാപരമായി ഇരിക്കുന്ന വേദഭാഗം യേശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന്. ഈ തിരുവചനത്തോട് നമുക്ക് കാണുവാൻ കഴിയുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കുക ദൈവത്തിന്റെ ആഹ്വാനമാണ്. ഒരുവനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിക്കുകയാണ്: നീ എഴുന്നേറ്റ് പ്രകാശിക്കും, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, എന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന്. നീ ഒന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. കഴിവില്ല, കൊള്ളത്തില്ല, എനിക്ക് യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് ഒതുങ്ങിയിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ എഴുന്നേൽക്കണം. ദൈവം ആഹ്വാനം ചെയ്യുകയാണ്, നീ എഴുന്നേൽക്കാൻ തയ്യാറാകണം. ഒരു തിരുന്നാൾ എന്ത് ചെയ്യത്തില്ല, ദൈവപ്രവൃത്തി കാണാൻ കഴിയത്തില്ല. എഴുന്നേൽക്കണം. അല്ല, കാരണം എന്താ? നിന്റെ മേൽ പ്രകാശമുണ്ട്, ദൈവത്തിന് തേജസ്സുണ്ട്. നമുക്കറിയാം ദൈവ തേജസ് എവിടെയൊക്കെ ഉണ്ട്. മോശയുടെ മേൽ ദൈവ തേജസ് ഉണ്ടായിരുന്നത് വലിയ ഇസ്രായേൽ ജനം ഭയപ്പെട്ടു, മുഖത്തേക്ക് നോക്കുവാൻ ഭയപ്പെട്ടു. മോശയോട് പറയാം, നിന്റെ തേജസ് അത് നിമിത്തം എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് നിന്നെ നോക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്യാം, നിന്റെ മുഖത്തെ മറയ്ക്കണം എന്ന് പറയുവാൻ ഇടയായി. അപ്പൊ എന്റെ ദൈവത്തിന്റെ തേജസ് ഹല്ലേലൂയ ഭയപ്പെടുമ്പോഴാണ്. ആ പ്രകാശം എന്ന് പറയുമ്പോ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യുക ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഓൾറെഡി നിന്റെ മേൽ ദൈവത്തിന്റെ വിളി ഉണ്ട്. ആ ദൈവവചനത്തിന്റെ നിറവ് നിന്റെ അകത്തുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ അകത്തുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? നീ എഴുന്നേറ്റാൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടുകയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ ഇറങ്ങിയാൽ മാത്രമേ നിന്റെ തേജസ് എന്ത് ചെയ്യാം, മറ്റുള്ളവരേക്ക് എന്ത് ചെയ്യാം, ആമേൻ, പകരപ്പെടുവാൻ ഒക്കത്തുള്ളൂ. അത് നിന്റെ അകത്ത് പ്രകാശമുണ്ട്, ദൈവശക്തി കൊണ്ട്. മറ്റുള്ളവരെ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ദൈവിക ശക്തി നിന്റെ മേൽ ഞാൻ പകർന്നിട്ടുണ്ട്. പക്ഷേ നീ അത് മനസ്സിലാക്കണമെങ്കിൽ, അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നീ എഴുന്നേറ്റാൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. നിന്റെ പ്രകാശം വന്നിരിക്കുകയാണ്. ദൈവം വ്യക്തമായി പറയുകയാണ്, പ്രകാശം വന്നിരിക്കും, വരുമെന്നല്ല, ഓൾറെഡി നിന്നിലുണ്ട്. പക്ഷേ അത് വെളിപ്പെട്ട് വരണമെങ്കിൽ, അതിന്റെ ശക്തിയോടെ പുറപ്പെട്ടു വരണമെങ്കിൽ, അതിന്റെ ഹല്ലേലൂയ പ്രവൃത്തി ചെയ്തെടുക്കണമെങ്കിൽ നീ എഴുന്നേൽക്കുവാൻ തയ്യാറാകണം. ഉറങ്ങുവാനല്ല. കർത്താവ് പറയുന്നു, എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, നമുക്ക് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന്. ഉറങ്ങുകയാണ്, ആത്മീക ഉറക്കമാണ് അവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ ഉറങ്ങിപ്പോയി, മയങ്ങിപ്പോയി, ക്ഷീണിച്ചു പോയി എന്ന് പറയാണ് ഇവിടെ. ഉണരണം, നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഉറങ്ങുന്നവനെ ദൈവം പറയുകയാണ്, മരിച്ചവരുടെ അനക്കമില്ലാതെ ജീവനില്ലാതെ ഉറങ്ങുന്ന അവസ്ഥയുള്ളവരോട് പറയുകയാണ്. ഉറക്കത്തിന്റെ ഒരു മനോഭാവമാണ്. മരണത്തെ നമ്മൾ നിദ്ര എന്ന് പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ ഇവിടെ പറയുകയാണ്, ഉറങ്ങുന്നവനെ. അപ്പൊ ജീവനുള്ളവൻ ഉറങ്ങുകയാണ്. അപ്പൊ ഹല്ലേലൂയ ഉറങ്ങി പോവുകയാണ്, അത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ആമേൻ. അവിടെയും പറയുകയാണ്, നീ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. നീ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്ത് ചെയ്യാം? ആമേൻ. ഹല്ലേലൂയ. നീ പ്രകാശിക്കുവാനിടയാകും. ക്രിസ്തുവിന്റെ മേൽ പ്രകാശം. ഒന്ന്, നാം എഴുന്നേൽക്കാൻ തയ്യാറാകണം. എന്റെ മേൽ വിളിയുണ്ട്, എനിക്ക് വാഗ്ദത്തമുണ്ട്, എന്റെ മേൽ ശുശ്രൂഷകളുണ്ട്, എനിക്ക് അത് കൈമാറുന്ന ദൈവം നൽകിയെന്ന് പറഞ്ഞിരിക്കാതെ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക ശുശ്രൂഷ മനസ്സിലാക്കി നീ എഴുന്നേൽക്കുവാൻ തയ്യാറാകണം. പ്രാർത്ഥനയെ നീ എഴുന്നേൽക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഉദിച്ചു വരുന്ന സൂര്യന്റെ ശോഭ നിന്റെ അകത്തുണ്ട്. ആ പ്രകാശം നിന്നെ മേൽ വന്നിട്ടുണ്ട് കേട്ടോ. അനേകർക്ക് ഒരു പ്രകാശമായി വെളിച്ചമാക്കി ദൈവം നിന്നെ മാറ്റി. നിന്നിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചം അനേകർ ഇരുട്ടിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുമ്പോൾ ഒതുങ്ങിപ്പോകാതെ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, മാറിപ്പോകാതെ, എന്റെ മേൽ ദൈവത്തിന്റെ വിളിയില്ല എന്ന് പറയാതെ, എന്നെ ഒന്ന് ഉള്ളിൽ നിന്ന് പറയാതെ നീ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ തയ്യാറാകുന്നെങ്കിൽ വലിയ ദൈവത്തെ നിന്റെ മേൽ അയക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, സിയോനെ നീ ഉണരണം, നീ ബലം ധരിച്ചുകൾ. ഒന്ന് എഴുന്നേറ്റ്
എഴുന്നേൽക്കണം, എന്നിട്ട് ബലം ധരിച്ചു കൊള്ളണം. എന്ത് ചെയ്യാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പ്രകാശിക്കാൻ സമയമായിരിക്കുന്നു. നിനക്കൊരു പ്രകാശമുണ്ട്, നിനക്കൊരു തിളക്കമുണ്ട്. നീ തിളങ്ങേണ്ട സമയമുണ്ട്. എനിക്ക് വേണ്ടി നീ ശോഭിക്കേണ്ട ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ എന്ത് ചെയ്യരുത്? അല്ല, നീ ഉറങ്ങിപ്പോകരുത്. നീ എഴുന്നേൽക്കണം. പലവിധമാകുന്ന ചിന്തകളില്, പലവിധമാകുന്ന ഹല്ലേലൂയ ചിന്തകളില്, പലവിധമാകുന്ന ഹല്ലേലൂയ പ്രശ്നങ്ങളെ ഓർത്ത്, നീ കുടുംബത്തെ ഓർത്ത്, മറ്റുള്ള കാര്യങ്ങളെ ഓർത്ത് എല്ലാം ഇത് ഒതുങ്ങിപ്പോകുന്ന പറയുകയാണ്, നീ എഴുന്നേൽക്കുക. അതിനെയൊക്കെ വിട്ടെഴുതുക. ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകണം. എന്റെ പ്രകാശം നിന്റെ മേലുണ്ട്, അത് നീ ഉദിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ അടുത്ത് എന്ന് ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ഹല്ലേലൂയ, എന്ത് ചെയ്യാ? ഹല്ലേലൂയ. ജന്മ പറയുന്നുണ്ട്, കിഴക്ക് എന്ത് ചെയ്യാ? ഒരു നക്ഷത്രം ഉദിച്ചിരിക്കുന്നു എന്ന. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ആ സൂര്യന, ആ പ്രകാശമാണ് നമ്മുടെ അകത്തുള്ളത്. ക്രിസ്തു നിന്റെ മേൽ എന്ത് പ്രകാശിച്ചിരിക്കുന്നു. എന്ത് ജനിച്ചിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് ഉറങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. മയങ്ങിപ്പോകരുത്. എഴുന്നേൽക്കണം. എഴുന്നേൽക്കാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിൽ നിങ്ങൾ കാണും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നിങ്ങൾ എഴുന്നേൽക്കാൻ ദൈവത്തിന്റെ ശക്തി പുറപ്പെടണമോ? ദൈവത്തിന്റെ ഹല്ലേലൂയ ശുശ്രൂഷ നിങ്ങൾ പുറപ്പെടണമോ? കുഞ്ഞെ, നീ ഒതുങ്ങിയിരിക്കാൻ ഇടയാകരുത്. ദൈവശക്തി നിന്ന് പുറപ്പെടണമെങ്കിൽ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയും. എഴുന്നേൽക്കണം. എഴുന്നേറ്റാൽ മാത്രമേ ഇതിലോ ദൈവശക്തി ഹല്ലേലൂയ നിന്നെ നിന്ന് പുറപ്പെടുകയുള്ളൂ. അനേകർക്കൊരു ആശ്വാസമാക്കി. നമുക്കറിയാം, പത്രോസ് യോഹന്നാന് ആ ദേവാലയത്തിൽ കടന്നു പോകുമ്പോൾ അവര് എഴുന്നേറ്റു. അല്ലെ, അവര് ദൈവം എഴുന്നേൽപ്പിച്ചു. അല്ലെ, ഒരു മടിയനായി അല്ലെങ്കിൽ ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. മറ്റുള്ള മുമ്പിൽ നിൽക്കുവാൻ ധൈര്യമില്ലാത്തവനാണ്. പക്ഷെ നൽകിയ ക്രിസ്തു അവന്റെ മേൽ പ്രകാശിച്ചപ്പോൾ ഹല്ലേലൂയ ദേവാലയത്തിലേക്ക് കടന്നു പോയവൻ എന്ത് ചെയ്തു? മറ്റൊരുവനെ എഴുന്നേൽപ്പിക്കാനിടയായി. അതാണ് ക്രിസ്തു അകത്ത് ഉള്ളവൻ ഹല്ലേലൂയ മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കാനിടയായി. നിങ്ങളുടെ അത്ഭുത ജീവിതങ്ങൾ നടക്കും. ഹല്ലേലൂയ. എന്നാൽ എന്ത് നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറാകണം. ഈ വചനങ്ങളെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.